നമസ്തേ. സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളുടെയും ചർമ്മ സംരക്ഷണ വസ്തുക്കളുടെയും വിപണന രംഗത്ത് ഡോംസ് എന്ന പ്രീമിയം ഹാൻഡ്മെയ്ഡ് സോപ്പിനെ ബ്രാൻഡാക്കി മാറ്റിയ ഡോംസ് സോപ്പ് എംഡിയും യുവ സംരംഭകയുമായ മഞ്ജു രാജനാണ് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. സ്വാഗതം. ഡോംസ് എന്ന ബ്രാൻഡ് ഇപ്പോൾ വിപണന രംഗത്തേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഡോംസ് എന്നുള്ളൊരു ഇത് വരുമല്ലോ, അപ്പോൾ എന്താണ് ഡോംസിന് മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായി നിർത്തുന്നത് എന്താണ്? ഡോംസിനെ മറ്റുള്ള സോപ്പുകളിൽ അപേക്ഷിച്ച് മാർക്കറ്റിംഗിൽ ഇപ്പോൾ ഒരുപാട് 100-ലധികം ബ്രാൻഡുകളുണ്ട്. അപ്പം സാധാരണ സോപ്പുകളാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് മാർക്കറ്റിങ്ങിൽ. ഇത് നമ്മുടെ ഈ ഡോംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്ലിസറിൻ സോപ്പാണ്. ഗ്ലിസറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൗന്ദര്യ വസ്തുവാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏത് ഏജിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലിസറിൻ സോപ്പ് പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കാൻ ഉണ്ടായ കാരണം. അതുകൊണ്ടാണ് വിപണന മേഖലയിലേക്ക് സോപ്പിനോട്. ഡോംസ് എന്ന ബ്രാൻഡിന് പിന്നിലുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണ്? എനിക്ക് സൗന്ദര്യ വസ്തുക്കളോട് പ്രത്യേക താല്പര്യമുണ്ട്. അങ്ങനെ ഞാനൊരു ബ്യൂട്ടീഷ്യനും കൂടെയാണ്. അപ്പോൾ ഓൾറെഡി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊച്ചുകുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്ന ടൈമിനാണ് സോപ്പിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അതൊരു സൗന്ദര്യ വസ്തു ആയതുകൊണ്ടും ഡോംസ് സോപ്പിനെ തിരഞ്ഞെടുക്കുകയും അതിലോട്ട് കൂടുതലായിട്ട് മൂവ് ആവുകയും ചെയ്യും. ഈ ഡോംസിൽ തന്നെ എത്ര തരത്തിലുള്ള വെറൈറ്റീസ് ആണുള്ളത്? അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പം നിലവിൽ 5 ഫ്ലേവറാണുള്ളത്. ചാർക്കോള്, അലോവെരത്, ലാവണ്ടർ, ലെമണ്, റോസ്, 5 ഫ്ലേവറാണ് ഉള്ളത്. ചാർക്കോൾ സോപ്പ് പ്യുവറായിട്ട് ചാർക്കോൾ പൗഡറാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അലോവേര സോപ്പിലും അത് തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് അലോവേര നട്ട് വളർത്തി അതിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അധികം ബ്രാൻഡ് ആവാനുള്ള കാരണം. അപ്പൊ ഇതിൽ ഈ ഹാൻഡ് മെയ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അതായത് കോസ്റ്റ്, അതായത് ബാക്കിയെല്ലാം മെഷീൻസ് യൂസ് ചെയ്യുന്നത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഹാൻഡ് മെയ്ഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു റിസ്ക് എലമെന്റ്സും അല്ലെങ്കിൽ അതൊക്കെ ഒത്തിരി എക്സ്പെൻസും കുറച്ച് കൂടുതലാണല്ലോ. അപ്പോൾ ഇപ്പൊ എല്ലാവരും ഈ മെഷീൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഹാൻഡ് മെയ്ഡ് എന്നുള്ളതിലേക്ക് വന്നത്? ഹാൻഡ് മെയ്ഡ് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം ഹാൻഡ് മെയ്ഡ് പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കാനും കുറച്ച് സ്ത്രീകളെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു സംരംഭവും കൂടെയാണ്. ഡോംസ് എന്ന സോപ്പ് ഇപ്പോൾ വിപണിയിൽ എത്തിയിട്ടുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അത്യാവശ്യം യൂസേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ്? ആദ്യം ഞങ്ങൾ ലോക്കലായിട്ടാണ് കൊടുത്തു തുടങ്ങിയത്. അപ്പോഴത്തേന് ആവശ്യക്കാർ കൂടി വന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഡെയിലി യൂസ് ചെയ്യുന്നവർ വീണ്ടും വീണ്ടും അത് വേണം എന്നുള്ള ആ ഒരു നിഗമനത്തിലും അവർ പരിചയക്കാരുടെ അടുത്തൊക്കെ പറയുകയും അങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടേണ്ടി വന്നു. ആ ഒരു നിലവാരം അനുസരിച്ചപ്പം കുറച്ച് പരസ്യങ്ങൾ നമുക്ക് വേണ്ടി വന്നു. ആ രീതിയിലോട്ട് പോകുന്നത് മനസ്സിലാക്കിയത് കൊണ്ട് പിന്നെ ഞങ്ങൾ പത്രത്തിൽ പരസ്യം ചെയ്തു. അത് പോയിട്ട് പിന്നെ മാധ്യമങ്ങളിലൂടെയും പരസ്യം ചെയ്യാൻ കരുതിയിട്ട് പിന്നെ ഓൾ കേരള തലത്തിലും നമ്മളൊന്ന് കംപ്ലീറ്റ് ചാനലുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 5 വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു സോപ്പിന്റെ. അപ്പോൾ ഓരോ വെറൈറ്റീസിന്റെയും പ്രത്യേകത എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഒരു സോപ്പ് ചാർക്കോൾ സോപ്പാണ്. ചാർക്കോൾ സോപ്പിൽ ഞങ്ങളുടെ ചിരട്ടക്കരി വെച്ചിട്ടാണ് ചാർക്കോൾ സോപ്പ് റെഡിയാക്കി എടുക്കുന്നത്. ചാർക്കോൾ സോപ്പിൽ ചിരട്ടക്കരിയെ പ്യുവറായിട്ട് ഞങ്ങളുടെ തന്നെയാണ്, വീട്ടിൽ കുറച്ച് അമ്മമാർ തന്നെയാണ്. അത് വേറെ മെഷീൻ വർക്കൊന്നുമല്ല, എല്ലാം ഹാൻഡ് മെയ്ഡായിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. പ്രോസസ്സിങ് എല്ലാം ഹാൻഡ് മെയ്ഡ് തന്നെയാണ്. അപ്പം ചിരട്ടക്കരിയിൽ എടുത്തിട്ട് അത് പ്യുവറായിട്ട് തന്നെയാണ് അതിനെ ചേർത്താണ് ചാർക്കോൾ സോപ്പ്. പിന്നെ അലോവേര സോപ്പുണ്ട്. അലോവേര സോപ്പിൽ അലോവേര ജെല്ലാണ്, പ്യുവറായിട്ടുള്ള ജെല്ല് തന്നെയാണ്. ഞങ്ങളുടെ അവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെയാണ് പ്യുവറായിട്ട് ജെല്ല് എടുത്തിട്ട് തന്നെയാണ് അലോവേര സോപ്പ് റെഡിയാക്കി എടുക്കുന്നത്. വേറെ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നത്? വേറെ ഇൻഗ്രീഡിയൻസ് അലോവേര ഗ്ലിസറിൻ, സൗന്ദര്യത്തിന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിലും മൊത്തത്തിലുള്ളത് ഗ്ലിസറിൻ. ആ ഒരു ഇതാണ് ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിന്റെ ആ ഒരു ഇതായത് കൊണ്ട് നമ്മൾ തന്നെയാണ് ആ ഗ്ലിസറിൻ തിരഞ്ഞെടുക്കാൻ കാരണവും അതുകൊണ്ട് തന്നെയാണ് ഈ അലോവേര സോപ്പിലും ഗ്ലിസറിൻ 5 സോപ്പിലും ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട്. ഗ്ലിസറിൻ ആണ്. അപ്പോൾ പിന്നെ സോപ്പ് ബേസ്, പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ, റോസ് വാട്ടർ, എക്സെട്ര. ബാക്കി ഞങ്ങളുടെ അതെ, അത് പുറത്ത് പറയില്ല. പിന്നെ റോസിലാണെങ്കിൽ റോസും പിന്നെ പെർഫ്യൂം, അതിലും സോപ്പ് ബേസ് അടങ്ങുന്നുണ്ട്. ഗ്ലിസറിങ്ങിൻ്റെ സോപ്പ് ബേസ്,
കോക്കനട്ട് ഓയിൽ എക്സെട്ര. പിന്നെ ലെമണിൽ നാരങ്ങ നീരും ചേരുന്നുണ്ട്. നാരങ്ങ നീരും എടുത്തിട്ട് അതിൽ കൂടെ നാരങ്ങ നീരും കൂടെ യൂസ് ചെയ്തിട്ടാണ് ലെമൺ സോപ്പ് റെഡിയാക്കി എടുക്കുന്നത്. എല്ലാത്തിലും ഗ്ലിസറിൻ 5 സോപ്പിലും ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും റിസൾട്ടും മാർക്കറ്റിംഗിൽ അത്രയും നമുക്ക് ഓരോ ദിവസം കഴിയുന്നോറും കൂടുതൽ മൂവിങ് ആവാനുള്ള ഒരു കാരണവും അത് തന്നെയാണ്. ആവശ്യക്കാർ കൂടി വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണവും ഗ്ലിസറിൻ ആയതുകൊണ്ടാണ്. ആ ഒരു സൗന്ദര്യം ആ ഒരു ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ 5 ഫ്ലേവർ ഞാൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം. ഇതിൽ ഏത് ഫ്ലേവറിനാണ് ആവശ്യക്കാരേറെ ഉള്ളത്? ഏതാണ് കൂടുതൽ? നമുക്ക് ചാർക്കോൾ സോപ്പും അലോവേര സോപ്പിനുമാണ് യുവത്വം കൂടുതൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചാർക്കോൾ സോപ്പിനും അലോവേര സോപ്പിനും മറ്റു സോപ്പിനും കൂടുതൽ മൂവിങ് ആണ്. എന്നാലും അതിലുപരിയായിട്ട് കൂടുതൽ ആൾക്കാർ വാങ്ങാൻ ശ്രമിക്കുന്നതും അവരിഷ്ടപ്പെടുന്നതും ഇതിലോട്ട് അലോവേരതും ചാർക്കോൾ സോപ്പും. ഇനി ഇപ്പൊ സോപ്പ് മാത്രമാണല്ലോ ഇപ്പൊ നിലവിൽ വിപണിയിലുള്ളത്. ഇനി പുതുതായിട്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിംഗ് അത്രയും നല്ല രീതിയിൽ പോകുന്നത് കൊണ്ട് ആവശ്യക്കാർ കൂടി വരുന്നതേ ഉള്ളൂ. അപ്പം ആ ഒരു ഘട്ടം ആയതുകൊണ്ട് അടുത്ത 2-3 പ്രോഡക്റ്റ് കൂടെ നമ്മൾ നിലവിൽ ഇറക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ്, നിയമത്തിലാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഫേസ് വാഷും ചാർക്കോളിൻ്റെ ഫേസ് വാഷും അലോവേര ഫേസ് വാഷുമാണ്. പിന്നെ ബോഡി ജെല്ല്, ബാത്ത് ജെല്ല്, അങ്ങനെ എല്ലാം കൂടെയൊക്കെ നോക്കി നിലവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ തന്നെ മാർക്കറ്റിങ്ങിലായിട്ട് അവൈലബിൾ ആണ്. ഇപ്പൊ ഡോംസ് സോപ്പ് നമുക്കിപ്പോ എവിടെയെല്ലാം ചെന്ന് ഇപ്പൊ എല്ലാ ഡിസ്ട്രിക്റ്റിലും അവൈലബിൾ ആയിട്ടുണ്ടോ? ഇപ്പോഴെല്ലടവും ആയിട്ടില്ല. ഇപ്പം ഞങ്ങളുടെ കൊല്ലം, തിരുവനന്തപുരം, തമിഴ്നാട് ഇവിടെ 3 ആയിട്ടുണ്ട്. അപ്പം ബാക്കി തൃശ്ശൂർ അങ്ങോട്ടെല്ലാം അടുത്ത മാസം നമ്മുടെ മാർക്കറ്റിങ്ങിലാവും. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇതിലൂടെ ആകുമ്പോഴത്തേനും ഓൾ കേരള തലത്തിലും മൊത്തത്തിൽ വരാനുള്ള ആ ഒരു ഇതാണ്. ഇപ്പൊ ഓൺലൈൻ പർച്ചേസേഴ്സ് കൂടി വരുന്ന ഒരു സമയമാണ്. അപ്പൊ ഓൺലൈനൊക്കെ അവൈലബിൾ ആണോ? അതെ. ആമസോണിലൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പ്രോഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ്. ഫീഡ്ബാക്കുകൾ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷമൊക്കെ തോന്നും, മനസ്സ് നിറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ളത് ഏതാണ് അങ്ങനെ ഓർത്തിരിക്കുന്നത്? ഒരിക്കൽ വാങ്ങുന്നവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നല്ല അഭിപ്രായമാണ്. ഷോപ്പുകളിൽ വീണ്ടും ഞങ്ങളുടെ പ്രോഡക്റ്റ് അന്വേഷിച്ച് വരുന്നുണ്ട്. അതിലുപരിയായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല റിവ്യൂസ് കിട്ടുന്നുണ്ട്. ബ്യൂട്ടീഷ്യൻ ആയിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്നും ഒരു ബ്രാൻഡിന്റെ ഒരു MD എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്? സൗന്ദര്യ വസ്തുക്കളോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട് എനിക്ക്. അപ്പം അതിനോട് താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ബ്യൂട്ടീഷ്യനും തിരഞ്ഞെടുത്തത്. അപ്പം ബ്യൂട്ടീഷ്യൻ്റെ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് കെമിക്കലാണ്, ഏകദേശം സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊക്കെ. അപ്പോൾ അത് നമുക്ക് ശരീരത്തിന്, നമ്മുടെ സ്കിന്നിനൊക്കെ പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് സൗന്ദര്യം നിലനിർത്താൻ കരുതിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആലോചനയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ സമയത്താണ് ഗ്ലിസറിൻ സോപ്പിനെ പറ്റി ഒരു ചിന്ത വരികയും പിന്നെ അതിനെ തിരഞ്ഞെടുക്കാം എന്നുള്ള രീതിയിൽ 3 വർഷമായിട്ട് അതിനെ തന്നെ കുറെ കൂടെ പഠിച്ച് മനസ്സിലാക്കി ജനങ്ങൾക്ക് കൊടുക്കാം എന്നുള്ള ആ ഒരു ഇതിൽ 3 വർഷം പ്രയത്നിച്ച് ജനങ്ങൾക്ക് തന്നെ ആദ്യം കൊടുത്ത്, അപ്പോൾ അവർ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ് പിന്നെ കൂടുതൽ നമുക്ക് ആവശ്യക്കാർ കൂടുതൽ വന്നപ്പോഴത്തേന് പിന്നെ മാർക്കറ്റിങ്ങിലോട്ട് ഫുള്ള് നമുക്ക് അവൈലബിൾ ആക്കാം എന്നുള്ള രീതിയിൽ ഒരു നിഗമനത്തിൽ വരികയും അങ്ങനെ സോപ്പിനെ ഡോം സോപ്പ് അങ്ങനെ ഒരു തിരഞ്ഞെടുക്കുകയും ബ്രാൻഡാക്കി മാറ്റാം എന്നുള്ള രീതിയിൽ ആ ഒരു ഇതാണ്. സൗന്ദര്യത്തിനോട് താല്പര്യം കൂടുതലുള്ളത് കൊണ്ടാണ്. ഇപ്പോ അതിന് ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഒരു ഹെൽപ്പൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല രീതിയിലാണ് അവരുടെ സപ്പോർട്ട്. ഹസ്ബൻഡ്, കുട്ടികൾ, കുഴപ്പമില്ല, നല്ല രീതിയിൽ അവരെല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടം വരെ എത്തിയത്. ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ തൊഴിൽ സാധ്യത ധാരാളമുള്ളൊരു ഇതാണ്. അത് എങ്ങനെയാണ്? എത്ര പേരുണ്ട് സ്റ്റാഫ് എല്ലാമായിട്ട്? ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ 10-40 പേര്
ജോലിക്കാരുണ്ട്. അതിൽ കൂടുതലും വീട്ടമ്മമാരാണ്. ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് വീട്ടമ്മമാരെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ അമ്മമാരെ വെച്ച് ഇത് പ്രൊഡക്ഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ആണ് 10-40 പേര് ജോലിക്കുണ്ട്. അപ്പോൾ ഈ ഒരു സൗന്ദര്യവർദ്ധകം എന്ന് പറയുമ്പോൾ തന്നെ ആളുകളെല്ലാം കുറച്ചും കൂടെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ. അപ്പൊ അതിലേക്ക് കിട്ടണമെങ്കിൽ ഒരു സർട്ടിഫിക്കേഷനും ആ രീതിയൊക്കെ ആ ഒരു സ്റ്റെപ്പൊക്കെ എങ്ങനെയായിരുന്നു? അത് ഞാൻ പ്രത്യേകം ക്ലാസ്സിന് പോയിരുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ക്ലാസ്സിന് പോയിട്ടുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇതിനെ ഞങ്ങൾ തൃശ്ശൂർ ലാബിൽ കൊടുത്ത് പ്രത്യേകം ടെസ്റ്റ് ചെയ്ത് അതിന്റെ എല്ലാ TFM എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് മാർക്കറ്റിങ്ങിൽ ഞങ്ങൾ ഇറക്കിയത്. മറ്റുള്ള സോപ്പുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡോം സോപ്പ് 120 ഗ്രാമിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതെ, അത് ഇനി ഗ്രാം കുറച്ച് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇതിപ്പോ നമ്മൾ മാർക്കറ്റിംഗിൽ ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേന് കുറച്ച് ആവശ്യക്കാര് ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഗ്രാം കുറച്ചിട്ട് നമ്മുടെ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം, ചെയ്ത് മാർക്കറ്റിങ്ങിന് കൊടുക്കാം, ജനങ്ങൾക്ക് കൊടുക്കാം. അപ്പം കുറച്ചും കൂടെ നമുക്ക് മാർക്കറ്റിംഗ് കീഴടക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയും അതിലുണ്ട്. നമ്മളിപ്പോൾ എടുത്തത് 120 ഗ്രാമിൻ്റെ അല്ലേ. അപ്പം അത് കുറച്ചുകൂടെ ഗ്രാം കുറയ്ക്കുമ്പോഴത്തേന് ആവശ്യക്കാർ കുറച്ചും കൂടെ കൂടുതൽ വരും എന്നുള്ള ആ ഒരു ഉദ്ദേശം നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് അതോടനെ തന്നെ അതും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഡോംസ് ഫേസ് വാഷിലേക്കൊക്കെ വരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് എങ്ങനെയാണ്? അപ്പൊ ആ ഫേസ് വാഷിൽ ഇനിയിപ്പോ ഇതേ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണോ? ഇല്ല, വ്യത്യാസമായിരിക്കും. അത് ഒരിക്കലും ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. അത് ഡിഫറൻസ് തന്നെയാണ്. ഫേസ് വാഷും ബോഡി വാഷും അതെല്ലാം വ്യത്യാസമായിരിക്കും. വ്യത്യസ്ത രീതിയിലായിരിക്കും നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിന്റെ ഇൻഗ്രീഡിയൻസ് വേറെ രീതിയാണ്. അപ്പൊ അതനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാനും പറ്റുമല്ലോ. മാർക്കറ്റിംഗിൽ നമുക്കത് ചെയ്തെടുക്കാം. ഡോംസിന് ഫേസ് വാഷ് വരുമ്പോൾ അത് ചാർക്കോൾ അലോവേര ഓയിൽ മാത്രമാണോ അതോ വേറെ ഇതുപോലെ മറ്റു ഫ്ലേവേഴ്സിലേക്കും എത്തുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ 5 ഫ്ലേവറും ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ മാർക്കറ്റിംഗിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് അലോവേരതും ചാർക്കോളുമാണ്. ഇത് രണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഫേസ് മാസ്കോ അങ്ങനെ എന്തെങ്കിലും രീതിയിലേക്ക് ഉദ്ദേശിക്കുന്നു? ഇല്ല, പ്രത്യേകിച്ച് ഇപ്പൊ അത് മാസ്കിനോട് ആ ഒരു ഇത് പോയിട്ടില്ല, താല്പര്യം വന്നിട്ടില്ല. ഫേസ് വാഷാണ് കൂടുതലായിട്ട് ആവശ്യക്കാര്. കൂടുതലും അതാണ്. ഫേസ് മാസ്ക് അല്ല കൂടുതലായിട്ട് ഇവർക്ക് ഇപ്പം അത്യാവശ്യം മനസ്സിലാക്കിയത്. കൂടുതൽ നമുക്ക് ഫേസ് വാഷ് തന്നെയാണ് കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യം. അതാണ് കൂടുതൽ പേരും ആവശ്യപ്പെടുന്നത്. മാർക്കറ്റിംഗിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് കൂടുതൽ പേരുടെയും അഭിപ്രായവും ആവശ്യവും ചാർക്കോൾ ഫേസ് വാഷും അലോവേര ഫേസ് വാഷും വേണമെന്നാണ്. അപ്പം അതനുസരിച്ചിട്ടാണ് ജനങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് ഇപ്പം അതിനെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാമെന്നുള്ള രീതിയിൽ അതിലോട്ട് എത്തി നിൽക്കുന്നത്. ഡോംസ് എന്ന ബ്രാൻഡ് വന്നിരിക്കുന്നു. അപ്പൊ അതില് ആദ്യം എങ്ങനെ ഒരു കുടിൽ വ്യവസായം എന്നുള്ള രീതിയിൽ നിന്ന് തുടങ്ങിയതാണോ? അതെങ്ങനെയാണ് ഇപ്പോ മറ്റുള്ള ഗവൺമെന്റ് സ്കീമിൽ നിന്നൊക്കെ ഹെൽപ്പ് എല്ലാം എങ്ങനെയായിരുന്നു? ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണ്. ആദ്യം ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്ത് തുടങ്ങിയതാണ്. എൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഞാൻ മാത്രം നിന്നുകൊണ്ട് ചെയ്ത് തുടങ്ങിയ ഒരു സംരംഭമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു നില വന്നപ്പോഴത്തേന് ആവശ്യക്കാർ കൂടി വന്നപ്പോഴത്തേന് അതെന്തായാലും എനിക്ക് മാറ്റിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ഗവൺമെന്റിനെ ആശ്രയിക്കുകയും അവിടെ അവരുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണ്. താലൂക്ക് വ്യവസായ ഓഫീസിൽ നിന്നൊക്കെ തന്നെ നല്ല സപ്പോർട്ടാണ്. ഗവൺമെന്റ് പരമായിട്ട് നല്ല സപ്പോർട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അവർ എന്താവശ്യം പറഞ്ഞു കഴിഞ്ഞാലും അത് സാധിച്ചു തരാൻ അവർ തയ്യാറാണ്. ഫണ്ടിന്റെ കാര്യത്തിലായാലും ഏത് രീതിയിലായാലും അവർ ഫുൾ സപ്പോർട്ടാണ്. ആളുകളുടെ ഇടയിൽ നിന്നുള്ള അഭിപ്രായം ഏതൊക്കെ രീതിയിൽ വരുന്നുണ്ട്? അഭിപ്രായങ്ങൾ വളരെ നല്ല അഭിപ്രായങ്ങളാണ് ആൾക്കാരിൽ നിന്ന് വരുന്നത്. നമ്മൾ വെച്ചിരിക്കുന്ന ഓരോ ഷോപ്പുകളിലും അത്യാവശ്യം കുറച്ച് പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇറക്കി. ആദ്യമേ തുടക്കമായതുകൊണ്ട് അവർ പുതിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അവർ ആദ്യമേ എടുക്കാൻ തന്നെ കുറച്ച് മടിക്കുമല്ലോ. അപ്പം മടിച്ച് കുറച്ച് സാമ്പിളിന് മാത്രമാണ് എടുത്തു പോയത് നമ്മുടെ ഷോപ്പുകളിലൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പിന്നെ ആവശ്യക്കാർ കൂടി വന്നപ്പോഴത്തേന് ഒരിക്കൽ വാങ്ങുന്നവർ വീണ്ടും വീണ്ടും വാങ്ങുന്നത് കാരണം അവർക്ക് കൂടുതൽ പ്രോഡക്റ്റ് ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. മാർക്കറ്റിങ്ങിൽ എല്ലാവരും നല്ല അഭിപ്രായമാണ്. അപ്പം അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്? എത്ര യൂണിറ്റ് വരെ ആഴ്ചയിൽ ചെയ്യുന്നുണ്ട്? ആഴ്ചയിൽ അങ്ങനെയല്ല. നമ്മുടെ ഒരു ദിവസം നമ്മുടെ 2000, 3000, 5000 ആ ക്വാണ്ടിറ്റിയാണ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പം ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് അത്രയും ക്വാണ്ടിറ്റി ചെയ്യാനുള്ള സംവിധാനം ഞങ്ങളുടെ അവിടെ നിലവിൽ ഇപ്പോൾ ഉണ്ട്. അപ്പം കുഴപ്പമില്ല, 3000 to 5000 ഒക്കെ ക്വാണ്ടിറ്റി ആവശ്യം വരുന്നുണ്ട്. അപ്പം അത് അത്രയും ഓരോ ദിവസം ഞങ്ങൾ ചെയ്തെടുക്കുന്നുണ്ട്.
ഡോം സോപ്പിന് ഇപ്പോൾ ആവശ്യക്കാർ ഏറി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് മെഷീനിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? അതായത് ഹാൻഡ് മെയ്ഡിൽ നിന്ന് മാറി അപ്പോൾ മെഷീനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഡോംസിനെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, നമുക്ക് 100% നമുക്ക് വിശ്വസിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഹാൻഡ് മെയ്ഡ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് കുറച്ച് അമ്മമാരെ, വീട്ടമ്മമാരെ ഉദ്ദേശിച്ച് അത് ചെയ്യാനുണ്ടായ കാര്യവും അത് തന്നെയാണ്. മിഷ്യൻ അത് ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതിൻ്റെ കാരണവും നമുക്ക് 100% നമുക്ക് വിശ്വസിച്ച് ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആക്കി കൊടുക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉള്ളത് കൊണ്ടാണ് മിഷ്യൻ വർക്കിലോട്ട് പോകാതെ ഞാൻ ഇത് തന്നെ തിരഞ്ഞെടുത്ത് അമ്മമാരെ വെച്ച് തന്നെ ചെയ്ത് മുന്നോട്ട് പോവാൻ. ഒരിക്കലും ഹാൻഡ് മെയ്ഡ് വിട്ടിട്ട് എത്ര ക്വാണ്ടിറ്റി ആവശ്യം വന്നാലും അത്രയും അമ്മമാരെ ഉൾക്കൊള്ളിക്കാം എന്നുള്ളതല്ലാതെ മിഷ്യൻ വർക്കിലോട്ട് പോകാൻ താല്പര്യമില്ല. പരിചയമില്ലാത്തൊരു മേഖലയിൽ നിന്നും ഇപ്പോൾ ഡോംസിന്റെ ഒരു ബ്രാൻഡിലേക്ക് ഒരു വിപണന രംഗത്തേക്ക് എത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആദ്യത്തെ പ്രതിസന്ധികളൊക്കെ എങ്ങനെ തരണം ചെയ്തു വന്നത്? വളരെ മോശമായ പ്രതിസന്ധിയിലൂടെ കടന്നു വന്നതാണ്. അത് ഏതൊരു സ്ത്രീക്കും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു ബുദ്ധിമുട്ട് അതേ ലെവലിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ. അപ്പം അതിനെല്ലാം തരണം ചെയ്ത് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത്. എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്ത് എനിക്ക് വിജയിക്കണം, സമൂഹത്തിൽ ജനങ്ങൾക്കിത് കൊടുക്കണം എന്നുള്ള വാശിയായിരുന്നു. അപ്പം അത് വിജയിക്കുകയും ചെയ്തു. 100% ഞാൻ ഇപ്പം വിജയിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിലിപ്പം വളരെ സന്തോഷമാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ധാരാളം സോപ്പുകളുണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ഡോംസ് എന്താണ് ആളുകൾക്ക് നൽകുന്നത്? ഡോംസ് സോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർക്കോൾ സോപ്പൊക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. പിമ്പിൾസിൻ്റെ വരുന്ന പാടുകൾ അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അത് ഞാൻ പറയുന്നതിനേക്കാളും ജനങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിമ്പിൾസിൻ്റെ ഒരു ഇത് പോകുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക ഒരു ഷൈനിങ്, നമ്മുടെ സ്കിന്നിന് ഒരു പ്രത്യേക ഒരു ഷൈനിങ് കിട്ടുന്നുണ്ട്. മറ്റു സോപ്പുകളെ അപേക്ഷിച്ച് നമ്മളെ ഡോംസിന് ഒരു ഷൈനിങ് ഉണ്ട്. അതിൻ്റെ പെർഫ്യൂം നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അലോവേര സോപ്പിനും പ്രത്യേക ആ ഒരു ഇതുള്ളത് കൊണ്ട് പ്യുവറായിട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് കൊച്ചുകുട്ടികൾക്കായാലും വലിയവർക്കായാലും ആർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. സ്ഥിരം യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് വേറെ കെമിക്കൽ അങ്ങനെയൊന്നും നമ്മൾ വലുതായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോപ്പിന്റെ ഫ്രാഗ്രൻസ് എത്ര നേരത്തോളം ലാസ്റ്റിംഗ് ആണ്? 6 മണിക്കൂറൊക്കെ നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും. നല്ല അതുകൊണ്ട് പെട്ടെന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാലും ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്താണ് പെർഫ്യൂമിന്റെ ആ ഒരു സ്മെല്ല് നമുക്ക് ആ ഒരു നിലനിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേരും ഈ സോപ്പ് അന്വേഷിക്കുന്നതും ആവശ്യക്കാർ കൂടി വരുന്നതിന്റെ കാരണം. സാൻഡൽ സോപ്പ് ഇപ്പോൾ ഒരുവിധം എല്ലാ ബ്രാൻഡിനും സാൻഡൽ സോപ്പും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഡോംസിൽ ഇനി ഒരു സാൻഡൽ സോപ്പ് നമുക്ക് ഡോംസിന്റെ സാൻഡൽ പ്രതീക്ഷിക്കാമോ? ആലോചിക്കുന്നുണ്ട്. അതിനേക്കാളും എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ 5 ഫ്ലേവറുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 5 ഫ്ലേവറിൽ തന്നെ നിലനിന്ന് പോകുന്നത്. ആവശ്യക്കാർ കൂടുതലാണെങ്കിൽ അതിലോട്ടും ചിന്തിക്കാം. തൽക്കാലം ഇല്ല. തുടക്കത്തിൽ ഏതായിരുന്നു ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തുടങ്ങിയത്? ഏതായിരുന്നു ഡോംസിന്റെ ഏത് സോപ്പാണ് ആദ്യം വിപണിയിലേക്ക് എത്തിയത്? വിപണിയിൽ ചെയ്തത് ഈ 5 ഫ്ലേവറും ഉണ്ടായിരുന്നു. 5 ഫ്ലേവറോട് കൂടെ തന്നെയാണ് ചെയ്ത് തുടങ്ങിയത്. ബ്യൂട്ടീഷ്യൻ ആയിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എല്ലാ സൗന്ദര്യ റിലേറ്റഡ് ബ്യൂട്ടി ടിപ്സ് എല്ലാം അത്യാവശ്യം അറിയുന്ന ഒരാളാണ്. അപ്പൊ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ? അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഇത് പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു സൗന്ദര്യം നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അതിലോട്ട് ഈ സോപ്പിനെ തന്നെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ അടുത്ത് ഡോം സോപ്പിന്റെ പ്രത്യേകതകളും അതിന്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞു തന്നത് മഞ്ജു ചേച്ചിയാണ്. എന്തായാലും ഡോംസ് പ്രീമിയം ഹാൻഡ് മെയ്ഡ് സോപ്പ് വിപണിയിൽ വലിയ രീതിയിലേക്ക് വരട്ടെ, ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ എത്തട്ടെ എന്നുള്ള രീതിയിൽ ചേച്ചിക്ക് എല്ലാവിധ ആശംസയും നേരുന്നു. താങ്ക് യു.